ഹായ്, ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ നേരെ ശാസ്ത്രമേളയ്ക്ക് പോകണം. നമ്മളത് ഭക്ഷണം കഴിക്കാനും നിൽക്കണില്ല. അതിന് വേറെ കാരണങ്ങളുണ്ട്. പറക്കുന്നലികത്തെ ബസ്സിന്റെ അവസരമൊന്നും വണ്ടി കാരണം ഫുൾ പച്ചപ്പ്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ സ്കൂളിലേക്ക് എത്തി ഫുൾ ഡെക്കറേഷൻ തുടങ്ങി. വാഴേൻ്റെ ഇലയൊക്കെ വെച്ച് ഫുൾ ഡെക്കറേഷൻ. സംഭവം എന്താ വെച്ചാൽ ഇന്നത്തെ ഫുഡ് ഫെസ്റ്റിന്റെ മെയിൻ ടോപ്പിക് വാഴ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ പിന്നെ വാഴ വെച്ചിട്ടാണ് ഫുൾ ഡെക്കറേഷൻ. നമ്മുടെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും മെയിൻ എഫേർട്ടാണ് ഫുഡ് മൊത്തം. നമ്മൾ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ. സംഭവം ഫുൾ സെറ്റ് ആക്കുമ്പോഴേക്കും നമ്മൾ സുജിത ടീച്ചർ അപ്പുറത്ത് അനൗൺസ്മെന്റ് തുടങ്ങി. നമ്മളെ ഫയർ ടീച്ചറും ജാസ്മിൻ ടീച്ചറും ടീച്ചിങ് കിട്ടുന്ന മത്സരത്തിലുണ്ട്. അപ്പോൾ ഒരാൾ നിർത്തി ഞാൻ പുറത്തേക്ക് പോകുന്നു. എന്തായാലും വെറുതെ ഇരിക്കും. അപ്പോൾ മൂസിമ സാർ നമുക്ക് ഹീറോ കയറിയിട്ട് വണ്ടി നോക്കിയാലോ. അപ്പോൾ ഞങ്ങൾ നേരെ ഹീറോ കയറി വണ്ടി നോക്കി. അതിനുശേഷം പിന്നെ വിഷ്ണു ഞങ്ങൾ നേരെ അവിൽ മിൽക്ക് കുടിക്കാൻ പോയി. അപ്പോൾ രണ്ട് അവിൽ മിൽക്ക് ഒരു പപ്സും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സ്കൂളിൽ ചോറ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ നേരെ അവിടെ പോയി വിഷ്പില്ലാത്തോണ്ട് ആ കുറച്ച് ചോറ് കഴിച്ചു. എന്നിട്ട് നേരെ പാത്രം മുറിച്ചു. അവിടെ എത്തിയപ്പോൾ വെള്ളം ഇങ്ങനെ വെറുതെ പോകണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പ്ലേറ്റ് ഇതിലോട്ട് കഴുകി. അപ്പോൾ നമ്മൾ ടീച്ചറെ കണ്ടത് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ആൾ മാർക്കറ്റ് സിറ്റി പോയിട്ട് ഷോപ്പ് ചെയ്ത് തന്നു. അതാണ് ടൈം മാനേജ്മെന്റ്. നമ്മളെ കുട്ടികളെ നോക്കി ഇവിടെ ജഡ്ജ്മെന്റ് എടുക്കുന്നത്. നമ്മൾ ചലഞ്ച് ചെയ്യാണ്ട് മാറി നിന്നു. ജഡ്ജ്മെന്റിന് നമ്മൾ ഒരു ഷോൾ കാണാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ബനാന സ്റ്റുഡിയോ കണ്ടപ്പോൾ നമ്മൾ നോക്കിയത്. അപ്പോൾ അത് ഉണ്ടാക്കിയത് നമ്മൾ നുസൈബ ടീച്ചറും അസ്ബി ടീച്ചറാണ്. പിന്നെ നമ്മളൊന്നും നോക്കില്ല, നമ്മൾ ആയതെടുത്ത് നമ്മൾ യുദ്ധം തുടങ്ങി. ഫസ്റ്റ് നമ്മളെ ഫുഡ് തന്നെ തുടങ്ങി, പിന്നെ അങ്ങോട്ട് അവസാനിച്ചിട്ടില്ല കഴിക്കൽ. സത്യം പറഞ്ഞാൽ വാഴ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് നമ്മൾ അന്തം വിട്ടു. കാരണം അത്ര ടേസ്റ്റിലാണ് ഓരോ വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രോസ്റ്റ്, മറ്റേത് മറിച്ചത്, അങ്ങനെ പല വെറൈറ്റി പല ഫുഡ് എല്ലാം ഉണ്ടാക്കിയതോ വാഴ ഐറ്റംസും ഉണ്ട്. ഇത് ആക്ച്വലി കിടിലനായിരുന്നു. കാരണം ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഓരോ വെറൈറ്റി ഫുഡും കിടിലനായിരുന്നു. അതുകൊണ്ട് മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് എല്ലാ സ്റ്റോളും കയറി മിനിമം ഒരു ഫുഡെങ്കിലും എല്ലാ സ്റ്റോളും നമ്മൾ കഴിച്ചു. പിന്നെ നമ്മൾ ആയുധം വെച്ച് കീഴടങ്ങി. എന്നിട്ട് നമ്മളെ സാറിലെല്ലാം പാക്ക് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ വണ്ടിക്ക് കൊടുത്തു. നമ്മൾ ഒപ്പമുള്ളവർക്ക് വിശപ്പ് മാറാത്തതുകൊണ്ട് ഓരോ പറഞ്ഞ് ചായ കുടിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ചായ കുടിക്കാൻ പോകണമെന്നതിനേക്കാൾ നല്ലത് ജ്യൂസ് കുടിക്കാനാണ്. നേരെ ഞങ്ങൾ ടീ ചാർജ് പോയിട്ട് അവിടെ ചെന്നിട്ട് ഒരു ഓർഡർ ഫ്രൈസും കഴിച്ചു, ഒരു ഡേറ്റ് ഷേക്കും കുടിച്ചു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ശരി, ബൈ.